ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 16th എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് കിമ്മിനെ കമ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് റേയുടെ അച്ഛനും പിന്നെ യൂച്ചോളിൻ്റെ അച്ഛൻ്റെ സെക്രട്ടറിയുമായി പറയുന്നതാണ്. അത് കേട്ട് യൂച്ചോൾ പറയുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ, കിമ്മിൻ്റെ പ്രസ് മീറ്റ് നടക്കുകയല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം, എന്നിട്ടാകാം അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടൽ എന്നെല്ലാം യൂച്ചോൾ പറഞ്ഞ് അതിനെ എതിർക്കുന്നുണ്ട്. അതേസമയം കിമ്മിൻ്റെ പ്രസ് മീറ്റ് നടക്കുമ്പോൾ കിം എല്ലാവരോടുമായി തുറന്നു പറയുന്നുണ്ട്, എനിക്കാദ്യം മനുഷ്യനെ തൊട്ടാൽ ഉണ്ടാകുന്ന അലർജി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ കയ്യിലൊരു സ്റ്റിക്കും കയ്യിൽ ഗ്ലൗസും എല്ലാം ധരിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് അത് തന്നെയായിരുന്നു ഞാൻ എല്ലാവരെയും കമ്പനിയിൽ നിന്ന് എന്നെ അടുത്ത് നിന്ന് അകറ്റിയത് എന്നെല്ലാം കിം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ കിം ഇപ്പോൾ പറയുന്നുണ്ട്, അതിന് എനിക്കിപ്പോൾ നല്ലൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്, അത് കാരണം എൻ്റെ രോഗം പകുതി മുക്കാലും ഒഴിവായിട്ടുമുണ്ട്. പിന്നെ അതുമല്ല, എനിക്ക് കമ്പനിയിൽ നിന്ന് ഇനി കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റും എന്നെല്ലാം പറയുന്നുമുണ്ട്. പിന്നെ കിം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി എൻ്റെ KM ഫിനാൻഷ്യൽ എന്ന കമ്പനിയിൽ ഞാൻ പുതുതായി കൊണ്ടുവരാൻ പോകുന്നത് റോബോട്ടിക് ഫംഗ്ഷനാണ്. അതിനായി അതിൻ്റെ മെയിനായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് സയൻറ്റിസ്റ്റിനെയും അവരുടെ അസിസ്റ്റൻറ്റിനെയുമാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സയൻറ്റിസ്റ്റും അവരാരും അവിടെയില്ലായിരുന്നു, അവരെല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കിമ്മും റേയും യൂച്ചോളും സംസാരിക്കാനായി വരുന്നുണ്ട്. അപ്പോൾ റേ കിമ്മിനോട് പറയുന്നുണ്ട്, നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനായി എൻ്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിൻ്റെ കസിനായ യൂച്ചോളാണ്. നീ ഇത്രയായിട്ടും അവനോടൊന്ന് മിണ്ടിയിട്ടൊന്നും വരെയില്ലല്ലോ. ഇനി നിങ്ങൾ രണ്ടുപേരും 15 വർഷമായി മിണ്ടാത്തതെല്ലാം സംസാരിക്കും, ഞാനിവിടെ നിന്ന് പോവുകയാണ്, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് എന്നെ വിളിക്ക് എന്നെല്ലാം പറഞ്ഞ് റേ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പോവുകയാണ്. റേ പോയതിന് ശേഷമാണ് കിമ്മിനോട് യൂച്ചോൾ പറയുന്നത്, അന്ന് നിനക്ക് സൈൻ ചെയ്യാൻ വന്ന പേപ്പർ അത് നിൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ അച്ഛൻ്റെ പേരിലേക്കാകുന്ന ഒരു പേപ്പറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അത് കേട്ട് നിനക്ക് കൊണ്ടുപോയി തന്നു, നീ അത് സൈൻ ചെയ്തു, ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു, അതേ എനിക്കറിയുകയുള്ളൂ, വേറെയൊന്നും എനിക്കറിയില്ല. എന്നാലും 15 വർഷമായില്ലേ നമ്മൾ രണ്ടുപേരും ഒന്നും മിണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ് യൂച്ചോൾ നേരെ കിമ്മിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. കിം പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇത്ര വർഷത്തിന് ശേഷം ഇപ്പോഴെങ്കിലും നീ എൻ്റെ നല്ലതിനായി പ്രയത്നിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞ് കിം അതെല്ലാം മറന്നു കളയുന്നുണ്ട്. എന്നിട്ട് കിം നേരെ പോകുന്ന യൂച്ചോളിൻ്റെ അടുത്തേക്ക് പോയി അവന് കൈ കൊടുക്കാനായി നിൽക്കുന്നുണ്ട്. യൂച്ചോളെന്ന് പേടിച്ചാണെങ്കിലും കൈയെല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം കിമ്മിന് യൂച്ചോൾ തൊട്ടാൽ അലർജി വരുമെന്ന് ഭയമുണ്ടായിരുന്നു യൂച്ചോളിൻ്റെ ഉള്ളിൽ. പക്ഷേ കിമ്മിന് അവൻ തൊട്ടാലും ഇപ്പോൾ അലർജി വരില്ല എന്നുള്ള ഉറപ്പുമുണ്ടായിരുന്നു. അങ്ങനെ അവൻ തൊട്ടപ്പോഴും അലർജിയല്ല എന്നറിഞ്ഞ് കിം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത് കാരണം യൂച്ചോളും വളരെയധികം സന്തോഷിക്കുന്നുമുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കിം ഓഫീസിലേക്ക് പോകുമ്പോൾ ജിയുടെ ചേട്ടനായ ജിൻ നേരെ കിമ്മിനെ കാണാനായി വന്ന് കിമ്മിനോട് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ കിം ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യമെന്നെല്ലാം. എന്നിട്ടും പറയുന്നൊന്നുമില്ല, എനിക്ക് റിസൈൻ ചെയ്തേ പറ്റൂ എന്നെല്ലാം പറയുമ്പോൾ കിം അതെ ശരിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം സയൻറ്റിസ്റ്റിൻ്റെ ലേഡി അസിസ്റ്റൻറ്റുമായ പൈ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് പൈ നേരെ സയൻറ്റിസ്റ്റിനോട് ചോദിക്കുന്നത്, നമുക്ക് ഡേറ്റിന് പോയാലോ. അത് കേട്ട് സയൻറ്റിസ്റ്റ് ഒരുപാട് നെട്ടുന്നുണ്ട്. കാരണം ഇതുവരെ അസിസ്റ്റൻ്റായി നിന്ന് ഇപ്പോൾ ഡേറ്റിന് പോയാലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് സയൻറ്റിസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ സയൻറ്റിസ്റ്റ് നേരെ പൈയുടെ അടുത്തേക്ക് വന്ന് ഇഷ്ടമാണ് ഒന്നും തന്നെ പറയാതെ നേരെ പൈയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുകയാണ്. അതെല്ലാം കണ്ട് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. അതേസമയം ജിയുടെ ചേട്ടത്തി ഒരുപാട് വഴക്ക് പറയുകയാണ്. കാരണം കിമ്മിൻ്റെ KM ഫിനാൻഷ്യൽ എന്ന ഗ്രൂപ്പിൽ നിന്ന് ജിയുടെ ചേട്ടൻ മനഃപൂർവ്വം റിസൈൻ ചെയ്തത് ജിയ നേരെ പോയി ജിയുടെ ചേട്ടത്തിയോട് പറഞ്ഞിരുന്നു. അത് കാരണം ജിയുടെ ചേട്ടത്തി ഒരുപാട് ദേഷ്യത്തിൽ ജിയുടെ ചേട്ടനോട് വഴക്കുണ്ടാക്കുകയാണ്. അതെല്ലാം കേട്ട് ജിയുടെ ചേട്ടനായ ജിൻ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചുപോയി ജോയിൻ ചെയ്തോളാം എന്നെല്ലാം പറയുന്നുണ്ട്. നീ ഒന്ന് സമാധാനമായിരിക്കും
അങ്ങനെ പറയുമ്പോഴാണ് ജിയുടെ ചേട്ടത്തി ഒന്നടങ്ങുന്നത്. അങ്ങനെ രാവിലെ നേരെ ജിൻ കാണാൻ വരുന്നത് കിമ്മിനെയാണ്. കിമ്മിനെ കണ്ട് എനിക്ക് വീണ്ടും നിങ്ങളുടെ കമ്പനിയിൽ എന്നെ എടുക്കുമോ എന്നെല്ലാം കിമ്മിനോട് ചോദിക്കുമ്പോൾ കിമ്മിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കിം അതെ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ആദ്യത്തെ പോലെയല്ല, മെച്ചപ്പെട്ട് നല്ലൊരു വലിയ ആളുകൾ തന്നെ അറിയുന്നൊരു സയൻറ്റിസ്റ്റായി മാറിയിട്ടുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു വണ്ടിയിൽ നിന്ന് ഒരു ആർമി ഇറങ്ങുന്നതാണ്. പക്ഷേ ആ ആർമി ആരാണെന്ന് ഇതിൽ കാണിക്കുന്നേയില്ല. അതേസമയം നമ്മുടെ ജിയുടെ ചേട്ടനായ ജിന്നാണെങ്കിൽ KM ഫിനാൻഷ്യലിനെ തന്നെ വലിയൊരു മാനേജറായി എല്ലാം മാറിയിട്ടുമുണ്ടായിരുന്നു. യൂച്ചോളും റേയുമാണെങ്കിൽ വിവാഹമെല്ലാം കഴിഞ്ഞതിനു ശേഷം വളരെ സന്തോഷമായി നല്ല ജോലിയെല്ലാം എടുത്താണ് അവർ ജീവിക്കുന്നത്. അതേസമയം ജിയാണെങ്കിൽ അവളുടെ ഹാർട്ട് ഷേപ്പ് ലാമ്പെല്ലാം വിൽക്കാനായി ഫോറിനേഴ്സിനെ എല്ലാം കാണാനായി പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ മുമ്പിൽ ഹാർട്ട് ഷേപ്പ് ലാമ്പിനെ പറ്റി പ്രസൻ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ജിയ ഓർക്കുന്നത് സമയമായല്ലോ പോകാൻ. അങ്ങനെ അതെല്ലാം അവരോട് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്ന് കഴിച്ചലെല്ലാം ആകുന്നുണ്ട്. എന്നിട്ട് ജിയ നേരെ അവിടെ നിന്ന് പോകുന്നത് ആ ആർമിയുടെ മുമ്പിലേക്കായിരുന്നു. പക്ഷെ നമ്മൾ ആ ആർമിയെ നോക്കുകയാണെങ്കിൽ വേറെ ആരുമല്ല, 2 വർഷം ആയി ഇവിടെ നിന്ന് ആർമിയിൽ ചേരാൻ പോയ തിരിച്ചു വന്ന കിമ്മിനെയാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 16th എപ്പിസോഡായ ഫൈനൽ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്. ഈ ഡ്രാമ എൻഡ് ചെയ്യുന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടാണ്.